അതെ, തന്റെ ഈ സന്തോഷത്തിനിടയിൽ ഞാനൊരു കട്ടുറുമ്പാവുന്നില്ല. താൻ സന്തോഷമായിട്ട് അവർ വിളിക്കും. ഹലോ ചേച്ചി. കാർത്തു, എല്ലാരും എവിടെടി? ഇവിടെയുണ്ട്. നീ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടേ ആ ഫോണിന് സ്പീക്കറിലിട്ടെ. എനിക്ക് എല്ലാരോടൊന്ന് സംസാരിക്കണം. ചേച്ചിയാ, നമ്മളോട് എല്ലാരോടും സംസാരിക്കണമെന്ന്. ചേച്ചി, എല്ലാരും ഉണ്ട്, സംസാരിച്ചോ. മുത്തശ്ശി, എന്താ വിശേഷം? ഒന്നുമില്ല മോളെ, നീ സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു മുത്തശ്ശി. ചേച്ചി, ചെമ്പരത്തിക്കാവില് പൂരാ, ചേച്ചി വരുവോ? അത് പറയാനാ ഞാൻ വിളിച്ചത്. ഞാൻ വരുന്നുണ്ട്. സത്യാണോ ചേച്ചി പറയുന്നേ? അതേടി, എന്നോട് പൊയ്ക്കോളാൻ സൂര്യ സാറ് പറഞ്ഞു. അച്ഛാ, മോളെ പോരണോന്ന് പറഞ്ഞ് മോള് ബഹളം വെച്ചൊന്നും അല്ലല്ലോ? അവർക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? അയ്യോ ഇല്ല അച്ഛാ, ഞാൻ പോരുന്ന കാര്യം സംസാരിച്ചില്ലായിരുന്നു. സൂര്യ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ പൊയ്ക്കോളാൻ. അപ്പോ മോൾ എന്നാ വരിക? ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങും. വന്നിട്ട് ഉത്സവം കഴിഞ്ഞിട്ടേ തിരിച്ചു പോരൂ. ചേച്ചി, ഞങ്ങൾക്കൊക്കെ എന്ത് സങ്കടമായിരുന്നറിയോ? ഞങ്ങള് വിളിക്കാന്ന് പറയുമ്പോ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാ. ആ അവള് മോളെ, അച്ഛന് മോള് വരണോന്ന് താല്പര്യമില്ല ഞെട്ടല്ല. പോരാൻ പറ്റിയില്ലെങ്കിൽ മോക്ക് മനസ്സിന് വിഷമമെങ്കിലും ഒന്ന് കരുതിയിട്ടാ. ആ വിഷമൊക്കെ ഇപ്പൊ മാറിയില്ലേ? ആ കാർത്തു, നിനക്ക് എന്താടി ഞാൻ വരുമ്പോ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട ചേച്ചി, ചേച്ചി ഇങ്ങ് വന്നാ മതി. ബാക്കിയൊക്കെ നമുക്ക് പൂരപ്പറമ്പിന്ന് വാങ്ങാലോ. ചേച്ചി, ചേച്ചി വരുമ്പോ പുളിമുട്ടായി വാങ്ങിച്ചു വെക്കട്ടെ? ആ പിന്നെ, എത്ര നാളായി പുളിമുട്ടായൊക്കെ കഴിച്ചിട്ട്. നീ വാങ്ങിച്ചു വെച്ചാ? ഇന്ന് തന്നെ മേടിച്ചു വെക്കാം. അല്ല മോളെ, സൂര്യ സാർ വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? സൂര്യ സാറ് വരുത്തൊന്നുമില്ല മുത്തശ്ശി. എന്നെ വിട്ടത് തന്നെ വലിയ മഹാഭാഗ്യം കരുതാൻ ഞാൻ. എനിക്ക് സത്യം പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി. പിന്നെ ഇവിടുന്ന് അവിടെ എത്തേണ്ട സമയം, അത്രേ ഉള്ളൂ.